വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഈ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയുടെ തിരുവചനത്തെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ഉറങ്ങുവാനായിട്ട് പോകാം. ഈശോയുടെ തിരുവചനം എന്ന് പറയുന്നത് ഈശോ നമ്മളോട് സംസാരിച്ച വാക്കുകളാണ്. ആ വചനത്തെ നമ്മൾ സ്നേഹിക്കണം. ഇത്രയും നാളും നമ്മൾ ആ വചനങ്ങളെ വായിക്കുവാനായിട്ട് പരിശ്രമിച്ചത്. പക്ഷെ അതിലെ ഓരോ വാക്കുകളും, അതിലെ ഓരോ സെന്റൻസുകളും നമ്മൾ സ്നേഹിക്കണം. കാരണം അത് ഈശോ അരുളി ചെയ്ത വാക്കുകളാണ്. അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇന്നേ ദിവസം നമുക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുമുഖത്തെ നമുക്ക് ആരാധിക്കാം. ഈശോയുടെ തിരുവചനത്തെ നമുക്ക് ആരാധിക്കാം. വചനം ഇപ്രകാരം പറയുന്നു. സങ്കീർത്തന പുസ്തകം 27 അധ്യായം 8 വാക്യത്തിൽ ഇപ്രകാരം ദൈവം അരുളി ചെയ്യുകയാണ്: എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. ഈശോ കൽപ്പിക്കുകയാണ്, എൻ്റെ മുഖം തേടുവിൻ എന്ന്. ഈശോ നമ്മളോട് പറയുകയാണ്, ഈശോയുടെ മുഖം തേടുക. വിശുദ്ധ കുർബാനയിൽ സജീവനായി ജീവിക്കുന്ന വ്യക്തിയായി ജീവിക്കുന്ന ഈശോയുടെ മുഖം തേടുവിൻ എന്ന സങ്കീർത്തന പുസ്തകത്തിലൂടെ ഈശോ അരുളി ചെയ്യുകയാണ്. നമ്മൾ ഈശോയുടെ മുഖം തേടണം. വീണ്ടും പ്രകാരം വായിക്കും: കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രേരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അതായത് ഈശോയുടെ മുഖം തേടുവാൻ വേണ്ടി നമ്മുടെ ഹൃദയം ഇങ്ങനെ മന്ത്രിക്കുന്ന ഒരു പ്രേരണ. കാരണം അത് ലഭിക്കാത്തതിന്റെ കാരണം നമ്മുടെ ഹൃദയത്തിൽ പല മുഖങ്ങളെ നമ്മൾ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും അധികം സ്നേഹിച്ച പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ, പല വസ്തുക്കളുടെ മുഖങ്ങൾ, സാഹചര്യങ്ങളുടെ മുഖങ്ങൾ, ജഡത്തിന്റെ മുഖങ്ങൾ ഒക്കെ ഹൃദയത്തിൽ ഇങ്ങനെ നമ്മൾ പതിപ്പിച്ച് വെച്ചിരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചനാവാം, അമ്മച്ചിയാവാം, സുഹൃത്തുക്കളാവാം, ചില വസ്തുക്കളാവാം, ചില ലോകം കാണിച്ചു തരുന്ന ചില വ്യർത്ഥമായ ജീവിതത്തിലേക്ക് പോകുന്ന ചില സാഹചര്യങ്ങൾ, സ്വഭാവങ്ങളൊക്കെ ആവാം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ മുഖത്തെ തേടുവാനുള്ള ഒരു പ്രേരണ നമുക്ക് ലഭിക്കാതിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ദൈവം നമ്മളോട് കൽപ്പിക്കുകയാണ്, ഈശോയുടെ മുഖം തേടുവിൻ. വിശുദ്ധ കുർബാനയിൽ ഈശോ വസിക്കുന്നു, വ്യക്തിയെ വസിക്കുന്നു. ഈശോയുടെ തിരുമുഖം തേടുവാൻ കൽപ്പിക്കുകയാണ്. നമുക്ക് തീരുമാനമെടുക്കാം. ഈ രാത്രിയിൽ നമ്മൾ കണ്ണടച്ച് ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇനി പതിപ്പിച്ചുറപ്പിക്കുന്നത് ഈശോയുടെ തിരുമുഖമാണ്. ഈശോയുടെ തിരുമുഖത്തെ തേടുന്ന ഒരു ഹൃദയവുമായിരിക്കും. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയെ പാടി വാഴ്ത്തി ആരാധിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഈശോയുടെ തിരുമുഖത്തെ നമുക്ക് സ്നേഹിക്കാം. ഒരു ഗാനം ആലപിച്ച് ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാം. എൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ തിരുമുഖം ഞാൻ പതിപ്പിച്ചുറപ്പിക്കും. എൻ്റെ ഹൃദയം എന്നും എപ്പോഴും വിശുദ്ധ കുർബാനയിൽ എന്നുമിരിക്കുന്ന ഈശോയെ ഞാൻ തേടും എന്ന തീരുമാനം എടുത്തുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇന്നേരവും സ്തുതി ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന ദൈവമേ
വീണ്ടും ഇന്നേ ദിവസം സ്നേഹിക്കുവാൻ വേണ്ടി ഈശോ നൽകുന്ന വചനം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 1 വാക്യം. നമ്മൾ സ്നേഹിക്കേണ്ട വചനം ഇതാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിക്കുവിൻ. ഇത് ഈശോ വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന വചനങ്ങളിൽ ഒന്നാണ്. വളരെ പേഴ്സണലായിട്ട്, വ്യക്തിപരമായി. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കണം, നമ്മളെ മനസ്സിലാക്കണം, നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരാളെ കിട്ടിയെങ്കിൽ ഈശോ നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. വീണ്ടും വചനത്തിൽ ഈശോ പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എവിടെയാണ് ഈശോ ഉള്ളത്? വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിലാണ് ഈശോ വ്യക്തിയായി ഈ കാലഘട്ടങ്ങളിൽ ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തോട് ചേർന്ന് വന്നാൽ നമ്മുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറും. അവരുടെ ഹെൽപ്പ് വഴി, അവരുടെ സംസാരം വഴി, അവരുടെ സാന്നിധ്യം വഴി നമ്മുടെ അസ്വസ്ഥതകൾ മാറും. അപ്പോൾ ഈശോ പറഞ്ഞതാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഞാൻ ഇപ്പോൾ ഇവിടെ ജീവനോടെ ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലെ അസ്വസ്ഥതകൾ വിട്ടുമാറും. സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഒരു വിശ്വാസത്തിൻ്റെ തീരുമാനമെടുക്കാം. ഈശോ വിശുദ്ധ കുർബാനയിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ വ്യക്തിയായി എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് തീരുമാനമെടുക്കാം. നാളെ രാവിലെ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. വ്യക്തിയായി വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. ആ ഈശോനെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും എന്ന ചിന്തയിൽ നാളെ രാത്രി ഉറങ്ങാൻ പോകുന്നവരെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ. നാളെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. വ്യക്തിയായി ഈശോ വിശുദ്ധ കുർബാനയിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. അകലങ്ങളിലാണെങ്കിലും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ സക്രാരിയിൽ ഈശോയുണ്ട്. ആ ഈശോ എൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ചിന്തകളും എൻ്റെ വിചാരങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന ഈശോയുണ്ട്. ആ ഈശോയെ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയിൽ, വിശുദ്ധ കുർബാനയിൽ കൂടെയുണ്ട് എന്ന ചിന്തയിൽ നാളെ പ്രഭാതത്തിൽ ഉണർന്ന് സായാഹ്നം വരെ ജീവിക്കുവാൻ സാധിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് ഭക്തിയോടെ ആയിരിക്കാം. പരിശുദ്ധ പരമ